are going to study the balance of the chapter Barkha Rani. നമ്മൾ ഏത് ചാപ്റ്ററായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ചാപ്റ്റർ ബർഖ റാണി. ബർഖ റാണി, ബർഖ മീൻസ് എന്താ? റെയിൻ അല്ലേ, മഴയുടെ റാണി. ആരാണ്? നമ്മൾ ജലദേവത എന്നൊക്കെ പറയും അല്ലേ, മഴ. വർഷ, കുറച്ച് ന്യൂ വേർഡ്സ് ഉണ്ട്. വർഷ, മേഘോ, ചംചം, ഹർഷായ, കുഹു കുഹു, ലാണിയ, മസ്താനി, ഖലിഹാൻ. ഏതൊക്കെയാണ് ന്യൂ വേർഡ്സ്? വർഷ, കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നതാണ് അല്ലേ. വർഷ, മേഘോ, ചംചം, ഹർഷായ, കുഹു കുഹു, ലഡിയ, മസ്താനി, ഖലിഹാൻ. മസ്താനി, ഖലിഹാൻ. ഓക്കെ, വർഷ, മേഘോ, ചംചം, ഹർഷായ, കുഹു കുഹു, ലഡിയ, മസ്താനി, ഖലിഹാൻ. ഓക്കെ, वर्षा आई बूंदों की लड़ियाँ लाई, ढोल बजाते बादल आए, छम 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 छम, बरसा पानी आई बरखा रानी. നോക്കിയേ, वर्षा आई बूंदों की ये लड़ियाँ लाई, ढोल बजाते बादल आए, छम छम, बरसा पानी आई बरखा रानी. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വർഷ ആയി എന്ന് പറഞ്ഞാൽ മഴ വന്നു അല്ലേ, മഴ വന്നു. എങ്ങനെയാണ് മഴ വന്നത്? ബൂന്തോം കീയെ ലഡിയാം ലായി, മഴത്തുള്ളികൾ വരി വരിയായി. ലഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വരി വരിയായിട്ട് നിരനിരയായി ഓരോ തുള്ളികൾ ഇങ്ങനെ വീഴുന്നതിനെ പറയുന്നതാണ് ലഡിയാം ലായി. ഡോൽ ബജാത്തെ ബാദൽ ആയേ, ഡോൽ ബജാത്തെ, ഡോൽ മീൻസ് ഡ്രം, ഡ്രം അടിച്ചുകൊണ്ട് ബാദൽ ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടി മുഴങ്ങുന്നതിനാണ് പറയുന്നത്. ഓക്കെ, ഛം 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 ബർസാ പാനി. എങ്ങനെയാണ് മഴയുടെ സൗണ്ട്? ഛം 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 ബർസാ പാനി ആയി ബർഖാ റാണി. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. വർഷ ആയി ബൂന്തോं की ये लड़ियाँ लाई, ढोल बजाते बादल आए, छम छम बरसा पानी आई बरखा रानी, आई बरखा रानी. ओके, मेघों ने संगीत सुनाया. नेक्स्ट लाइन नोकिए, मेघों ने संगीत सुनाया, मोरों ने भी नाच दिखाया, कोयल की कुहू कुहू ने देखो सबका मन हर्षाया. എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ? മേഘോംനെ, മേഘങ്ങൾ, സംഗീത് സുനായ. സംഗീത് സുനായ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് പാട്ട് പഠിച്ചു വന്നവേ? മേഘങ്ങൾ മഴയൊക്കെ പെയ്ച്ച് ഐഡിയൊക്കെ മുഴക്കിക്കൊണ്ട് പാട്ട് പാടിക്കുന്നു അല്ലേ. മോറോനോഫി നാച്ച് ദിഖായ, ആരാണ് ഡാൻസ് കളിക്കുന്നത്? പീക്കോക്ക്. മോർ മീൻസ് പീക്കോക്ക്, മയിൽ ആണ്. കോയൽ ഈ കുഹു കുഹുനെ, കോയൽ എന്ത് ചെയ്തു? മഴയുടെ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? കുഹു കുഹു എന്ന് പറഞ്ഞ് പാട്ട് പാടുവാനും തുടങ്ങി. ദേക്കോ സബ്ക മൻഹർഷായ, ദേക്കോ സബ്ക, നോക്കൂ എല്ലാവരുടെയും മനസ്സ് ആനന്ദത്താൽ സന്തോഷമായി ഉല്ലാസം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. वर्षा आई बूंदों की ये लड़ियाँ लाई, ढोल बजाते बादल आए, छम छम बरसा पानी
आई आई बरखा रानी, आई आई बरखा रानी। मेघों ने संगीत सुनाया, मेघों ने संगीत सुनाया, मोरों ने भी नाच दिखाया, कोयल की कुहू कुहू ने देखो सबका मन हर्षाया। हरे हरे खलिहान ചുവത്തെ ഋതു ആയി മസ്താനി. ഖലിഹാൻ മീൻസ് എന്താണ്? ഇവിടെ വേർഡ് മീനിങ് കിടപ്പുണ്ട്. ഫസൽ കാട്ട്കർ രഹ്നെ കാ സ്ഥാൻ, വയലുകളിലെ വരമ്പുകളൊക്കെ ഇല്ലേ, നമ്മൾ കൊയ്തൊക്കെ വെക്കുന്ന സ്ഥലങ്ങൾ. ഖേത്തോം കി ഏക് സ്ഥാൻ, ഖേത്തോം കി ഏക് സ്ഥാനാണ് ഖലിഹാൻ. എന്താണ്? ഖലിഹാൻ. ഓക്കെ, ഹരേ ഹരേ ഖലിഹാൻ. വയലുകളൊക്കെ എങ്ങനെയാണ്? ഹരേ ഹരേ, വളരെ പച്ചപ്പാർന്ന വയലുകൾ. ചുംഥി ഋതു ആയി മസ്താനി, സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എന്തായി? മസ്താനി മീൻസ് ഖുഷ് കർ ദേനെ വാലി, സന്തോഷം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട്. എന്താണ് ഉണ്ടായത്? മസ്താനി വെച്ചാൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മഴ വന്നു. സൂഖി ധർത്തിക്ക് പ്യാസ് ബുझാനെ ആ ഗൈ ബർഖാ റാണി. ഉണങ്ങിക്കിടക്കുന്ന വയലുകളുടെ ഖേത്തവും, ധർത്തി ഭൂമി, ധർത്തി മീൻസ് ഭൂമി, ഭൂമിയുടെ ദാഹം അകറ്റാൻ, പ്യാസ് എന്താണ്? ദാഹം അകറ്റാൻ വേണ്ടി ബർഖാ റാണി മഴ വന്നു. എങ്ങനെയാണ് പറയുന്നത്? പ്യാസ് ബുझാനി മീൻസ് എന്താണ്? ഉണങ്ങിക്കിടക്കുന്ന വയലുകളിലൊക്കെ വെള്ളം വീഴുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഭൂമിയിലേക്ക് വീഴുന്ന വെള്ളം വളരെ പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കും അല്ലേ? അത് അവിടെ മഴ പെയ്യുകയാണെന്നും പോലും തോന്നാറില്ല. അതേപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. സുഖി ധർത്തിക്ക് പ്യാസ് ബുझാനി ആഗൈ ബർഖാ റാണി. എന്താണ്? ഉണങ്ങിക്കിടക്കുന്ന എന്താണ്? ധർത്തി, ധർത്തി ഭൂമിയുടെ ദാഹം അകറ്റാൻ വേണ്ടി ആര് വന്നു? മഴ വന്നു അല്ലേ? എല്ലാവർക്കും സന്തോഷമാണല്ലേ മഴ വന്നാൽ. ഒന്നുകൂടി വായിക്കാം. എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വെച്ച് നോക്കിയിരിക്കണം. എല്ലാവരും റീഡ് ചെയ്ത് മാഡത്തിന് സെൻഡ് ചെയ്ത് തരികയും വേണം. ഓക്കെ. വർഷ ആയി, വർഷ ആയി, ബൂന്തോं की ये लड़ियां लाई, ढोल बजाते बादल आए, छम छम बरसा पानी, आई आई बरखा रानी। मेघों ने संगीत सुनाया, मोरों ने भी नाच दिखाया, कोयल की कुहू कुहू ने देखो सबका मन हर्षाया। हरे हरे खलिहान चुनते ऋतु आई मस्तानी, सूखी धरती की प्यास बुझाने आ गई बरखा റാണി. നമ്മുടെ ചാപ്റ്ററിൽ നോക്കി നല്ല പിക്ചറൊക്കെ ഉണ്ടല്ലേ? മഴ പെയ്യുന്നത്, പിന്നെന്താണ്? മേഘങ്ങൾ, പിന്നെന്താണ്? കുയിലുകളൊക്കെ പാടുന്ന ഒരു ചിത്രമൊക്കെ ഉണ്ടല്ലേ? നല്ല രസമാണ് ആ ചാപ്റ്റർ കാണുവാൻ വേണ്ടിയിട്ട്. ഓക്കെ. ശബ്ദാർത്ഥം, നമുക്ക് ശബ്ദാർത്ഥം നോക്കാം. എന്താണ് ശബ്ദാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത്? വർഷ, വർഷ, ബാരിഷ്, മഴയാണ്. വർഷ, ശബ്ദ അർത്ഥ എന്താണ് നോക്കിയേ? ശബ്ദാർത്ഥ വർഷ, ബാരിഷ്, വർഷ, ബാരിഷ്. എന്താണ്? ബാരിഷ് മറ്റൊരു പേരാണ്. എന്ത്? ബാരിഷ്. എന്താണ്? ബാരിഷ്. എന്താണ് വായിക്കുന്ന വേർഡ്? ബാരിഷ്. വർഷ, ബാരിഷ്, ബാരിഷ്. നെക്സ്റ്റ് ഛം ഛം, ബൂന്ദേ ഗിർനെ കി ആവാസ്. ഛം ഛം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂന്ദേ ഗിർനെ കി ആവാസ്. ഛം ഛം, ഛം ഛം. ഛം ഛം എന്താണ്? ബൂന്ദേ. ബൂന്ദേ എന്ന് പറഞ്ഞാൽ എന്താണ്? മഴത്തുള്ളികൾ. ബൂന്ദേ ഗിർനെ കി ആവാസ്, മഴയുടെ തുള്ളികൾ വീഴുന്ന സൗണ്ടാണ് ഛം ഛം. ഗിർനെ കി ആവാസ്. ബൂന്ദേ ഗിർനെ കി ആവാസ്. എന്താണ്? വർഷ, വർഷ, ബൂന്ദേ ഗിർനെ കി ആവാസ്. കുഹു കുഹു, കോयल की കൂക്, കോयल की കൂക്. കുഹു കുഹു കുഹു,
बूंदे गिरने की आवाज, बूंदे गिरने की आवाज. എന്താണ് അങ്ങനെ പറഞ്ഞാൽ മഴത്തുള്ളികൾ വീഴുന്ന സൗണ്ട്, ആവാസ് സൗണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഛം ഛം എന്ന് പറയുന്നത്. കുഹു കുഹു എന്താണ്? കോയയ്ക്ക് കൂവ്, കോയയ്ക്ക് കൂവ്. കുയിൽ കൂവത്തില്ലേ കുഹു കുഹു എന്ന്? ആ സൗണ്ടിനെ പറയുന്നതാണ് എന്ത്? കുഹു കുഹു. നെക്സ്റ്റ് എന്താണ്? മസ്താനി, മസ്താനി, മസ്താനി. मस्तानी खुश कर देने वाली, खुश कर देने वाली, खुश कर देने वाली. मस्तानी എന്ന് പറഞ്ഞാൽ എന്താണ്? खुश कर देने वाली. സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അല്ലേ? അതിനെയാണ് പറയുന്നത് എന്താണ്? മസ്താനി खुश कर देने वाली. എന്താണ്? खुश कर देने वाली. ഇങ്ങനെയാണ് എഴുതിയത്. നോക്കിയേ, खुश कर देने वाली എന്താണ്? മസ്താനി. ഖലിഹാൻ. നെക്സ്റ്റ് എന്താണ്? ഖലിഹാൻ, ഖലിഹാൻ. ഖായല്ല ഇഖയാണ്. ഖലിഹാൻ, ഖലിഹാൻ. ഫസൽ കാട്ട്കർ രഖ്നെ കാ സ്ഥാൻ. നമ്മൾ കൊയ്തൊക്കെ വെക്കുന്ന പ്ലേസിലെ വയലിലൊക്കെ അതിനെ പറയുന്നതാണ് ഖലിഹാൻ. ഫസൽ काटकर, फसल काटकर रखने का स्थान, रखने का स्थान. फसल काटकर रखने का स्थान ആണ് ഖലിഹാൻ. മേഘോ ബാദലോ, മേഘങ്ങൾ, മേഘോ, മേഘോ ബാദലോ, മേഘോ ബാദലോ. നെക്സ്റ്റ് എന്താണ്? ഹർഷായ, ഹർഷായ പ്രസന്ന ഹുവ, ഹർഷായ പ്രസന്ന ഹുവ, പ്രസന്ന ഹുവ. പ്രസന്ന ഹുവ സന്തോഷം ഉണ്ടാകുന്നതിനെയാണ് പറയുന്നത് ഹർഷായ. മസ്താനി ഖുശ് കർ ദേനെ വാലി, മസ്താനി ഖുശ് കർ ദേനെ വാലി. ഖലിഹാൻ ഫസൽ കാട്ട്കർ രഖ്നെ കാ സ്ഥാൻ. മേഘോ ബാദലോ, ഹർഷായ പ്രസന്ന ഹുവ, ഹർഷായ പ്രസന്ന ഹുവ. ലടിയ എന്ന് പറഞ്ഞാല് പന്തിയ, വരികൾ. വരികൾ ഉദ്ദേശിക്കുന്ന ഇവിടെ എന്താണ്? വരികൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മഴത്തുള്ളികൾ നെന്തരിയായി വീഴുന്നതിനെയാണ് ലടിയാം എന്ന് പറയുന്നത്. പന്തിയ, ഖായുടെ പകുതിയും തായും യാ, പന്തിയ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കിയ മസ്താനി ഖുശ് കർ ദേനെ വാലി, ഖലിഹാൻ ഫസൽ കാട്ട്കർ രഖ്നെ കാ സ്ഥാൻ. ഓക്കെ, മേഘോ ബാദലോ, ഹർഷായ പ്രസന്ന ഹുവ, ലടിയ പന്തിയ, ലടിയ പന്തിയ. ഓക്കെ, നമ്മുടെ ശബ്ദാർത്ഥം ഇത്രയാണുള്ളത്. എല്ലാവരും നോട്ട്ബുക്കിൽ ടെക്സ്റ്റ് നോക്കി എഴുതിയെടുക്കണം. വാട്സാപ്പിൽ മാഡം സെൻഡ് ചെയ്തതിനും എല്ലാവരും എഴുതി 5 times എഴുതി പഠിക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? इन प्रश्नों के उत्तर दीजिए. बूंदों की लड़ियां कौन लाया? बूंदों की लड़ियां कौन लाया? ആരാണ് കൊണ്ടുവന്നത്? മഴയാണ് അല്ലേ? ആരാണ് കൊണ്ടുവന്നത്? ബൂന്തോം കി ലടിയാം ബർഖ റാണി, ബർഖ റാണി. മഴയാണ് കൊണ്ടുവന്നത്. ആരെയാണ് കൊണ്ടുവന്നത്? ബർഖ റാണി. ബൂന്തോം കി ലടിയാൻ കോൻ ലായ? വർഷ ആയ അല്ലേ? ആയി ബർഖ റാണി. വർഷ ആയി ബൂന്തോം കി ലടിയാം ലായി. ആരാണ് ലായ? ആരാണ് കൊണ്ടുവന്നത്? മഴയാണ് കൊണ്ടുവന്നത് അല്ലേ? മഴയുടെ തുള്ളികൾ ആരും കൊണ്ടുവന്നു? മഴ കൊണ്ടുവന്നു അല്ലേ? വർഷ ആയി
ബൂന്തോങ്കി ലടിയ ലായി. ആരാണ്? വർഷ ലായി. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? വർഷ ലായി. വർഷ ലായി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സൂഖി ധർത്തിക്ക് പ്യാസ് കോൻ ബുझാता है. ഉണങ്ങി കിടക്കുന്ന വയലുകളുടെ ദാഹം ആരാണ് തീർക്കുന്നത്? ബർഖ റാണി. ബർഖ റാണി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മഴയുടെ ദേവത അല്ലേ? ബർഖ റാണി. ബർഖ റാണി. ബർഖ റാണി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ബാരിഷ് കെ മേഘോം നെ ക്യാ സുനായ. എന്താണ് സുനായ? ബാരിഷ് മഴയുടെ മേഘങ്ങൾ. ബാരിഷ് കെ മേഘോം നെ ക്യാ സുനായ? സംഗീത് സുനായ. എന്താണ്? സംഗീതമാണ് ആലോചിച്ചത് അല്ലേ? സംഗീത് സുനായ. സംഗീത് സുനായ. मोरों ने क्या किया? मोरों ने नाच किया. मोरों ने क्या किया? मोरों ने नाच नाच किया. फिफ्थ क्वेश्चन എന്താണ്? बादल क्या करते हुए आए? ढोल बजाते. बादल ने ढोल बजाते हुए आए. बादल ने എങ്ങനെയാണ് വന്നത്? ढोल बजाते. ഡ്രം അടിച്ചോണ്ടല്ലേ? बादल ने എങ്ങനെയാണ്? ढोल बजाते हुए आया. എങ്ങനെയാണ് വന്നത്? ഒന്നപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബൂന്തോക്കി ലടിയ കോൺ ലായ. ആരാണ് കൊണ്ടുവന്നത്? മഴയുടെ തുള്ളികൾ. മഴയാണ് കൊണ്ടുവന്നത് അല്ലേ? വർഷ ലായി. ആരാണ്? വർഷ ലായി. നെക്സ്റ്റ് എന്താണ്? സൂഖി ധർത്തി की प्यास कौन बुझाता है? सूखी धरती की प्यास बरखा रानी बुझाता है. ओके. थर्ड എന്താണ് क्वेश्चन? बारिश के मेघों ने क्या सुनाया? बारिश के मेघों ने संगीत सुनाया. എന്താണ്? സംഗീതം ആലപിച്ചു. സംഗീത് സുനായ. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ. മോറോനെ ക്യാ കിയ. മോർ എന്ത് ചെയ്തു? മഴ വന്നപ്പോഴേ നാച്ച് കിയ. മോറോനെ നാച്ച് കിയ. ഡാൻസ് കളിച്ചു അല്ലേ? ഓക്കെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? बादल क्या करते हुए आए? बादल ने ढोल बजाते हुए आया. ഓക്കെ. എങ്ങനെയാണ് വന്നത്? ढोल ഡ്രം അടിച്ചുകൊണ്ടാണല്ലേ വന്നത്. എങ്ങനെയാണ് വരുന്നത്? ढोल बजाते हुए. അപ്പോൾ നെക്സ്റ്റ് നോക്കിയേ. ലിഖിതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ നോക്കിയേ. എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബർഖാ റാണി കൈസെ ആത്തി ഹേ. ബർഖാ റാണി എങ്ങനെയാണ് വരുന്നത്? ബർഖാ റാണി എങ്ങനെയാണ് വരുന്നത്? ढोल बजाते छम 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 എന്ന് പറഞ്ഞ് ढोल बजाते हुए आते हैं. ओके. छम छम और ढोल बजाते हुए आते हैं. छम 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 എന്ന് പറഞ്ഞാൽ വരുന്നല്ലേ? छम 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 और ढोल ढोल बजाते. ढोल बजाते हुए. ढोल बजाते हुए आते हैं. എങ്ങനെയാണ് വരുന്നത്? आती है. മഴ
छम और ढोल बजाते हुए आते हैं. नेक्स्ट क्वेश्चन എന്താണ്? കുഹു കുഹുനെ കുഹു കുഹു കോൺ കർത്താ ഹേ. ആരാണ് കുഹു കുഹു എന്ന് പറഞ്ഞ് പാടുന്നത്? കോയൽ. ആരാണ്? കോയൽ. കോയലിനെ കുഹു കുഹു കർത്താ ഹേ. ആരാണ്? കോയൽ. കോയൽ എന്ന് പറഞ്ഞാൽ ആരാണ്? കുയിൽ. കോയൽ. കോയലിനെ കുഹു കുഹു कुहू कुहू करता है. कोयल ने कुहू कुहू करता है. ओके, कोयल ने कुहू कुहू करता है. कोयल ने कुहू कुहू करता है. थर्ड क्वेश्चन എന്താണ്? थर्ड वर्षा आने पर सूखी धरती को क्या लाभ होता है? सूखी धरती എങ്ങനെയാണ്? प्यास बुझाते लाभ होता है ले. वर्षा आने पर सूखी धरती को अपनी प्यास बुझाते हैं. എങ്ങനെയാണ്? अपने प्यास बुझाते हैं. वर्षा आने पर वर्षा आने पर वर्षा आने पर धरती की प्यास बुझाते हैं. धरती की प्यास 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 बुझाते हैं. बुझाते हैं. What have you looked at the board? Listen. First question. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ബർഖാ റാണി കൈസെ ആത്തി ഹേ. എങ്ങനെയാണ് ബർഖാ റാണി വരുന്നത്? കൈസെ ആത്തി ഹേ. ബർഖാ റാണി എങ്ങനെയാണ്? ചം ചം और ढोल बजाते हुए आती है. ആരാണ്? ബർഖാ റാണി. ബർഖാ റാണി ചം ചം और ढोल बजाते हुए आती है. ओके, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? കുഹു കുഹു കോൺ കർത്താ ഹേ. കുഹു കുഹു എന്ന് പറയുന്നത് പറഞ്ഞ് കുഹു എന്ന് പറഞ്ഞാൽ എന്താണ്? കുയിലുകൾ കുഹു എന്ന് പറഞ്ഞ് പാട്ട് പാടും അല്ലേ? അത് ആരാണ് ചെയ്യുന്നത്? കുയിലാണ് അല്ലേ? കുഹു കുഹു കോൺ കർത്താ ഹേ. കോയലിനെ. കോയലിനെ കുഹു കുഹു കർത്താ ഹേ. കോയലിനെ കുഹു കുഹു കർത്താ ഹേ. തേർഡ് എന്താണ്? വർഷ ആനെ पर सूखी धरती को क्या लाभ होता है? എന്താണ് സംഭവിക്കുന്നത്? വർഷ ആനെ पर धरती की प्यास बुझाते हैं. എങ്ങനെയാണ് പറയുന്നത്? വർഷ ആനെ पर धरती की ഇതിനുള്ള ധർത്തിയാണ് सूखी धरती की. वर्ष आने पर सूखी धरती की सूखी धरती की प्यास बुझाते हैं. ഉണങ്ങി കിടക്കുന്ന വയലുകളുടെ ദാഹം അകറ്റും അല്ലേ? അങ്ങനെയാണ് ധർത്തി ഭൂമിക്ക് ലാഭം ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വർഷ के आने पर कौन खुशी से झूमने लगते हैं? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വർഷ आने पर कौन कौन खुशी से झूमने लगते हैं? हरे भरे खलिहान झूमने लगती है. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. वर्षा के आने पर कौन खुशी से झूमने लगते हैं? वर्षा के आने पर हरे भरे खलिहान झूमने लगते हैं. वर्षा के आने पर മഴയുടെ വരവ് കൊണ്ട്. वर्षा के आने पर वर्षा के आने पर എന്താ സംഭവിക്കുന്നേ? आने पर हरे भरे खलिहान हरे भरे खलिहान
खुशी से छूटने लगते हैं. हरे പച്ചപ്പാർന്ന വയലുകൾ, ഹരേ ഭരേ खलिहान छूने लगते हैं. हरे भरे खुशी से कौन छूने लगते हैं. वर्षा के आने पर हरे भरे खलिहान छूने लगते हैं. നെക്സ്റ്റ് എന്താണ്? ബാരിഷ് ആനെ പർ തും ക്യാ ക്യാ കർത്തെ ഹോ. അത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യും? നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും അല്ലേ? ബാരിഷ് ആനെ പർ എങ്ങനെയാണ്? മഴ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? സന്തോഷം ഉണ്ടാവും അല്ലേ? എങ്ങനെയാണ്? എങ്ങനെ എഴുതും? എങ്ങനെ എഴുതുന്നത്? വർഷാക്ക് ഋതു ആനെ പർ എന്ത് ചെയ്യും? നമുക്കും സന്തോഷം ഉണ്ടാകും. എങ്ങനെയാണ് സന്തോഷം ഉണ്ടാകുന്നത്? മഴ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ചെറിയ പേപ്പർ വെച്ചിട്ട് ബോട്ടൊക്കെ ഉണ്ടാക്കി ബോട്ടൊക്കെ ഉണ്ടാക്കി വെള്ളത്തിൽ വിടും അല്ലേ? നിങ്ങൾ ചെയ്തില്ലേ? അങ്ങനെ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ആൻസർ എഴുതുന്നത് ഇവിടെ? ബാരിഷ് ആനെ പർ തും ക്യാ ക്യാ കർത്തെ ഹോ. നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്യും പറഞ്ഞേ? എന്തൊക്കെ ചെയ്യും? കുഞ്ഞ് കടലാസ് കൊണ്ട് ബോട്ടൊക്കെ ഉണ്ടാക്കി വിടാറുണ്ട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സഹി വികൽപ പർ സഹി കാ നിശാൻ ലഗായിയേ. बारिश में मेघ क्या सुनाते हैं? बारिश में मेघ എന്താണ് പാടുന്നത്? കഹാനിയാണോ, രാഗാണോ, സംഗീതാണോ? बारिश में मेघ क्या सुनाते हैं? बारिश में मेघ संगीत सुनाते हैं. बारिश में मेघ संगीत सुनाते हैं. संगीत सुनाते हैं. सेकंड क्वेश्चन है ओके. वर्षा में नाच कौन दिखाता है? मोर, बादल, बूंदी. डांस ചെയ്യുന്ന ആരാണ്? മോർ. എന്താണ്? മോർ. മോർ മയിൽ, പീക്കോ. वर्षा में नाच मोर दिखाता है. मोर. ओके, थर्ड क्वेश्चन എന്താണ്? वर्षा होने पर किसकी प्यास बुझ जाती है? वर्षा होने पर किसकी प्यास बुझ जाती है? धरती की, मेघों की, खलिहानों की. वर्षा होने पर प्यास ദാഹമകറ്റും അല്ലേ? ആരുടെയാണ്? ധർത്തിക്ക്. ആരുടെയാണ്? ധർത്തിക്ക്. ധർത്തിക്ക്. नेक्स्ट क्वेश्चन എന്താണ് നോക്കിയേ. किसके कुहकने के सबका मन हर्षाता है? बादल के, कोयल के, वर्षा के. बादल के, कोयल के, वर्षा के. ആരാണ് കുഹു കുഹു പറയുന്നത്? കോയൽ. ആരാണ്? കോയൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? पानी के बरसने पर कैसी आवाज आती है? छम छम, छप छप, गुन गुन. ഏത് സൗണ്ട് ആണ് മഴയ്ക്ക് വരുന്നത്? ഛം ഛം. ഏത് സൗണ്ട് ആണ്? ഛം ഛം. ഛം ഛം. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ. എല്ലാവരും ടെക്സ്റ്റിൽ തന്നെ ഇത് ചെയ്യണം കേട്ടോ. बारिश में मेघ क्या सुनाते हैं? बारिश में मेघ संगीत सुनाते हैं. वर्षा में नाच कौन दिखाता है? वर्षा में नाच मोर दिखाता है. वर्षा होने पर किसकी प्यास बुझ जाती है? वर्षा होने पर धरती की प्यास बुझ जाती है. बादल क्या बजाते हुए आते हैं? बादल
ढोल बजाते हुए आते हैं. നാലാമത്തെ എന്താണ് ക്വസ്റ്റ്യൻ? ബാദൽ बादल ढोल बजाते हुए आते हैं. ढोल बजाते हुए आते हैं. ओके. अंजामത്തെ क्वेश्चन എന്താണ്? किसके कूकने के सबका मन हर्षाता है. बादल के, कोयल के, वर्षा के. किसके कूकने के ആരുടെ കൂക്കനെയാണ് മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നത്? കോയൽക്ക്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പാനി के बरसने पर कैसी आवाज आती है. छम छम, छप छप, गुन गुन. ഏതാണ്? ചംചൻ. पानी के बरसने पर छम छम आवाज आती है. छम छम आवाज आती है. ओके. नेक्स्ट नोकिए. सही मिलान कीजिए. सही मिलान कीजिए. फर्स्ट എന്താണ്? ढोल. फर्स्ट ढोल. ढोल. नेक्स्ट मोर. थर्ड कोयल. कोयल. नेक्स्ट मेघ. നാലെന്താണ്? മേഘ. 5 കലിഹാൻ. കുഹു കുഹു. കുഹു കുഹു. നെക്സ്റ്റ് ബാദൽ. സംഗീത. ചൂന. നാച്ച്. എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ढोल. ढोल അടിച്ചുകൊണ്ട് വരുന്നത് ആരാണ്? മോർ എന്താണ് ചെയ്യുന്നത്? കോയൽ എന്താണ് ചെയ്യുന്നത്? മേഘ എന്താണ്? കളിഹാൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്. കുഹു കുഹു, ബാദൽ, സംഗീത, ചൂന, നാച്ച്. അപ്പോൾ എന്താണ് നോക്കിയേ. ढोल. ആരാണ് ढोल ചെയ്യുന്നത്? ഡ്രം അടിച്ചുകൊണ്ട് വരുന്നത് ആരാണ്? ബാദൽ. മോർ എന്താണ് ചെയ്യുന്നത്? ഡാൻസ് കളിക്കും അല്ലേ? മോർ നാച്താ ഹേ. കോയൽ. കോയൽ എന്ത് ചെയ്യും? കുഹു കുഹു. ഡാൻസ് കളിക്കും അല്ലേ? ഡാൻസ് കളിക്കും. മേഘ എന്താണ് ചെയ്യുന്നത്? മേഘ മേഘ സംഗീതം പാടും അല്ലേ? പാട്ട് പാടും. മേഘ സംഗീതം. കലിഹാൻ ചോന. കലിഹാൻ ചോന. അപ്പൊ നോക്കിയേ. ढोल. ढोल എന്ത് ചെയ്യും? ढोल അടിച്ചുകൊണ്ട് വരുന്നത് ആരാണ്? ബാദൽ. ആരാണ്? ബാദൽ. ഡ്രം അടിച്ചുകൊണ്ട് വരുന്നത് ആരാണ്? ബാദലാണ് അല്ലേ? ढोल बजाते बादल आए. मोर എന്തെയും നാച്ചയും കോയൽ കുഹു കുഹു करके सब समय എന്ത് ചെയ്യണം? കുഹു കുഹു करते हैं. नेक्स्ट मेघ संगीत सुनाते हैं. मेघ संगीत सुनाते हैं. कलिहान चूना. कलिहान चूना चुनते हैं. ओके. नेक्स्ट. ओके चिल्ड्रन. नेक्स्ट എന്താണ് കൊടുത്തിരിക്കുന്നത്? ഉചിത ശബ്ദ ഫർക്കർ കവിത की पंक्तियां पूरी कीजिए. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ, ലെറ്റ് us wind up the class. See you tomorrow. Study well. Okay.